ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. നാളെ പുലർച്ചെ നമ്മളെല്ലാവരും അട്ടപ്പാടി പോവാണ്. അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഡിക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ 4 മണിക്കല്ലേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അട്ടപ്പാടി ചുരത്തിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ വ്യൂ പോയിന്റ് ആണിത്. നമ്മൾ അവിടുത്തെ വ്യൂസ് കാണാനായിട്ട് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ടൈമിൽ എത്തിയതുകൊണ്ട് തന്നെ നല്ല കോടയായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റുമാണ്. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഇതിലേ പോകുമ്പോൾ ഇവിടെയൊക്കെ വണ്ടി നിർത്തി ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫുൾ വ്യൂ. ചുരം കയറി കുറച്ച് പോയാൽ തന്നെ ഇവിടെ അടുത്താണ് സൈലന്റ് വാലി. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഇർഫാൻഖാന്റെ കടയിലോട്ടാണ് കേട്ടോ. ഇർഫാൻഖാന്റെ കട വരുന്നത് അട്ടപ്പാടി ആനക്കട്ടി എന്ന സ്ഥലത്താണ്. ഇത് തമിഴ്നാടിൻ്റെ ബോർഡറിലാണ്. ഇതാണ് കേട്ടോ ആനക്കട്ടി എന്ന സ്ഥലം. അങ്ങനെ ഇർഫാൻഖാന്റെ കടയിൽ കയറി നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ചു. അങ്ങനെ ഷോപ്പിൽ നിന്ന് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഇതാണ് നമ്മൾ താമസിക്കാൻ എടുത്തിട്ടുള്ള വീട്. ഇത് അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നിൽക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ടൊരു വീടാണ്. റിസോർട്ടും അല്ല വീടും അല്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. ഇതാണ് വീടിൻ്റെ ഉൾഭാഗം. നല്ലൊരു സ്പോട്ടിലാണ് കേട്ടോ ഈ വീടുള്ളത്. ചുറ്റിലും കാടും മലകളും ഒക്കെ ആയിട്ടാണ്. ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷായി. അത് അവിടെ അടുത്തുള്ളൊരു പുഴയാണ് കേട്ടോ അത്. അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് പോയതാണ്. എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്ത്. മക്കളൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ട് വെള്ളത്തിലൊക്കെ. അവർ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളിതാ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് തിരിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടുത്തെ ആദിവാസികളെ കണ്ടു, പരിചയപ്പെട്ടു അവർ. അങ്ങനെ നമ്മൾ രാത്രി ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മക്കളെ സ്കേറ്റിംഗ് ഷോ ഒക്കെ എടുത്ത് ഓട്ടി കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പൊന്നൊരു വീഴ്ചയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഓളിതിൽ ആ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഇനി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് നേരെ ഒരു പാർക്കിലോട്ടാണ് വന്നത്. ഇവിടെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിരിക്കാനും കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ്. ഈ പാർക്ക് നൈറ്റിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് റൂമിലോട്ട് തന്നെ പോയിട്ടു. അങ്ങനെ രാവിലെ തന്നെ നമ്മളെല്ലാവരും നേരത്തെ എണീറ്റ് മക്കളൊക്കെ എണീപ്പിച്ച് നമ്മൾ കാത്തിമല കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചതൊക്കെ. നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കാത്തിമല കയറാൻ പോവാണ് കേട്ടോ. സാദ് മുന്നിൽ നടക്കുന്നുണ്ട്. സാദിനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലാവില്ല അല്ലേ. ഞങ്ങളെ ഒരേ ഒരു ബ്രദറാണ്. ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിമല കയറാൻ പോവാണ്. പോണ വഴിക്ക് നല്ല കാടാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ആ കാണുന്ന മലൻ്റെ മേലോട്ടാട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇനി കയറാൻ പോവാണ് കേട്ടോ. ഇത് അവിടെ താഴെയുള്ള ഒരു കുളമോ കിണറോ എന്തോ ആണ്. അങ്ങനെ സാദു ഇർഫാൻക്കൊക്കെ വലിയ വടിയൊക്കെ എടുത്ത് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഓരാണ് ഞങ്ങളെ വഴികാട്ടി. ഫുള്ള് കാടായതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടേനി. എന്നാലും ആ മേലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പേടിയൊക്കെ മാറ്റിച്ച് കയറിട്ടോ. അങ്ങനെ കയറി ഇഷമോള് വരെ കഴിഞ്ഞിട്ടോ. ഇമ്മ അവിടെ നേരെ മുന്നിലെത്തി. നമുക്ക് ഭയങ്കര ഉഷാറ് കയറാൻ. ഞാനും താത്തി അവിടെ സ്റ്റക്കായിട്ടോ, ടയർഡായിട്ട്. അങ്ങനെ ഇമ്മ അവിടെ എത്തിയപ്പോഴത്തേന് ഇമ്മയും ടയർഡായി. പിന്നെ ഞങ്ങൾ ആ ഒരു വ്യൂ കാണാൻ വീണ്ടും ഞങ്ങൾ നടന്ന് തുടങ്ങി. നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് തന്നെ ആ വെയിലിൻ്റെ എഫക്റ്റ് ഒന്നും വല്ലാണ്ടില്ലേനു. പിന്നെ ബാക്കൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ സമാധാനം എന്താ വെച്ചാൽ കയറുന്നതിനൊക്കെ എഫേർട്ട് ഇടുന്നതിനൊരു സമാധാനം എന്താ വെച്ചാൽ അത്ര അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അത്രയും വലിയ മല എന്താ പറയുക എഫേർട്ട് ഇട്ട് കയറാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കയറി നമ്മൾ മലൻ്റെ മുകളിലെത്തിയോ. ഈ വ്യൂ ഉണ്ടല്ലോ എൻ്റെ മോനെ പറയാൻ വയ്യ, അത്രക്ക് അടിപൊളിയേനു. ആ ഒരു മലയും അതിൻ്റെ മേലുള്ള ആ ഒരു ക്ലൗഡും ആ ഒരു കാറ്റും ഒക്കെ അത് വേറെ ഫീൽ തന്നെ കേട്ടോ. അത് നമുക്ക് അവിടെ കയറി എന്തൊരു പീസ്ഫുൾ മൈൻഡ് അങ്ങനെ ഒരു സാധനം. അത്രക്ക് അടിപൊളിയേനു ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്.
പിന്നെ എനിക്കൊക്കെ വൻ പേടിയായിരുന്നു. കാരണം അല്ലെങ്കിൽ ഫസ്റ്റ് കയറുമ്പോ പറഞ്ഞു പുലി ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ബട്ട് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു തവണ പോയപ്പോ കയറിയപ്പോ കുഴപ്പമൊന്നുമില്ല. അന്ന് ഇത്രക്ക് കാടൊന്നുമില്ലേനു. ബട്ട് ഇത്തവണ പോയപ്പോ ഭയങ്കര കാട്, അതേമാതിരി നന്നായിട്ട് സ്ലിപ്പ് ആവണൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളത് കേറി. നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറാനാണ് ഇപ്പൊ പോണത്. ബട്ട് നമ്മളത് അവിടെ വരെ എത്തിയില്ല. അപ്പോത്തിനും എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. നമ്മള് ഫസ്റ്റ് മുന്നേ കണ്ടിട്ടുണ്ട് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കണം, സൂം ചെയ്തെടുത്ത് അവിടെ എത്താനായിരുന്നു നമ്മൾ പ്ലാൻ. ബട്ട് അതുവരെ ഒന്നും എത്തിയില്ല. ബട്ട് ഈ ഒരു വ്യൂ തന്നെ ആ കയറിയുള്ള ഫുൾ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയിരിക്കണ്. അത്രക്ക് വ്യൂ വെച്ചാല് അത് കേറണം. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലോ പറഞ്ഞാലോ മനസ്സിലാവുന്നില്ല. ബട്ട് അത് കയറി ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്ത ഞങ്ങൾക്ക് അത് ഒരു അടിപൊളി മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. പിന്നെ പോയപ്പോഴുള്ള ചെറിയൊരു വിഷമം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കൂടല്ലേനു, ഇപ്പൊ ഗൾഫിലാണ്, ഇപ്പൊ ഇല്ലേനു. അതേമാതിരി ചെറിയ ആളിനില്ലേനു, ഒരു രണ്ടാളില്ലേനു. ആ ഒരു ചെറിയൊരു മിസ്സിങ് ഉള്ളു. ബാക്കിയൊക്കെ അടിപൊളിയേനു ആ ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളവിടെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട്, ടോപ്പിലല്ല ഒരു നമ്മൾ കയറി അതുവരെയുള്ള ഒരു വ്യൂ ഇതേനു കേട്ടോ. ഫുള്ള് ക്ലൗഡൊക്കെ വന്ന് കോടൊക്കെ ഉണ്ടീനു. ബട്ട് നമ്മളെ എണീറ്റ് അവിടെ എത്തിയപ്പോതിന് കുറച്ച് ലേറ്റ് ആയി. നമുക്ക് പിന്നെ ഉറക്കം മിസ്റ്റ് ആയതുകൊണ്ട് എവിടെ പോയാലും ഉറക്കാണല്ലോ മെയിനും. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കോടൊക്കെ പോയതിന്റെ പ്രശ്നമുള്ളൂ. ബട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു മലൻ്റെ മുകളിൽ അത് പണി നടന്നുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ കയറി അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ, തുടങ്ങി വരുന്നുള്ളൂ. അപ്പം അതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് താഴത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ സൂം ചെയ്ത് പോണത് ആ കാണുന്നത് നമ്മളെ വണ്ടി കേട്ടോ. അത്രയും ഡിഫറൻസിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് ഗൈസ്. അട്ടപ്പാടി പോയി അട്ട കടിച്ചില്ല എന്ന് പറയുന്നത് മോശമല്ലേ? അപ്പൊ നമ്മളതായിട്ട് പറയിപ്പിക്കാൻ നിന്നില്ല. അല്ലേന് പിന്നെ മുൻകൂട്ടി ഉണ്ടാവുന്ന ഉറപ്പായിട്ട് ഉപ്പൊക്കെ എടുത്ത് വെച്ചിന്. പക്ഷെ ആൾ നമ്മളോട് പറഞ്ഞില്ല. ഫസ്റ്റ് കണ്ടത് ഇന്റെ കാൽമൽ തന്നെ ആയതുകൊണ്ട് നല്ല ചോര പോകണ്ടേനി. പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട് വയസ്സ് ചോരക്ക്. വേറൊരു കളർ ചോര, ബാക്കിയുള്ള ചോരന്റെ മേലൊന്നുമല്ല, ഒരു വേറൊരു ചുവപ്പ് ചോര. അപ്പൊ കാണാത്തവർക്കൊക്കെ ഇതൊക്കെ കണ്ടോളൂ ഗൈസ്. ഇതാണ് അട്ട. സാധനം കാണാൻ ചെറുതാണെങ്കിൽ സ്വഭാവം അത്രക്ക് നല്ലതൊന്നല്ല കേട്ടോ. ഭയങ്കര വൃത്തി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അടുത്ത ലൊക്കേഷൻ പോയി. ഇത് നല്ല ശങ്ക കേട്ടോ. അഥവാ നമ്മള് അയ്യപ്പനും കോശും മൂവി ഷൂട്ട് ചെയ്ത അതിലെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ. അങ്ങനെ ഓരോ കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മള് അവിടെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു ഓട്ട മത്സരമൊക്കെ വെച്ചു. അതിൽ നമ്മളെ നടവശനം ജയിച്ചു. നടവശനം മീൻസ് നമ്മളെ താത്ത, ചെറിയ താത്ത. അത് കഴിഞ്ഞ് മക്കളൊരു നടത്ത മത്സരം കൂടി നമ്മൾ അങ്ങോട്ട് വെച്ചു കൊടുത്ത്. പാവല്ലേ, ഓരോ നടത്ത മത്സരം ഒരു ലാസ്റ്റ് അങ്ങോട്ട് ഓട്ട മത്സരമാക്കി. അത് തല്ലിക്ക് പോകുന്ന ഡൗട്ടായപ്പോ ഞങ്ങളത് അവിടെ വെച്ച് അങ്ങോട്ട് സ്റ്റോപ്പാക്കി. ഒരു കാറ്റാടി കണ്ടപ്പോ സ്റ്റോറി ഇടാൻ ഈസ്തറ്റിക് ആക്കാൻ നോക്കിയതാണ് നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി. നൈറ്റ് ആയപ്പോ ഫുഡൊക്കെ കഴിച്ചു. ഒടുക്കത്തെ തണുപ്പാണ്ട് നമ്മളെ ഒരു ക്യാമറ അവിടെ വെച്ച് ഗ്രില്ല് ചെയ്തിന്. പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് വണ്ടി കയറ്റി. കൊണ്ടുവരാൻ കാട്ടി എക്സ്ട്രാ കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടേന് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചെറിയൊരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ.